ഗുഡ് മോർണിംഗ്. സൺഡേ ടെക് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം 45ഓളം ന്യൂസുകളാണ് ഈ ഒരു എപ്പിസോഡിന് വേണ്ടി ഞാൻ ആദ്യം പ്രിപ്പയർ ചെയ്തത്. അതിൽ നിന്ന് കട്ട് ചെയ്ത് ഏകദേശം ഒരു 20-25 റേഞ്ചിൽ എത്തിച്ച് നിർത്തിയിട്ടുണ്ട്. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, നമ്മുടെ MWCയിൽ അത്രയ്ക്കധികം പ്രൊഡക്റ്റുകളും ഇന്നോവേഷൻസും പുതിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ അതിന് പുറത്തും ഒരുപാട് റൂമേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി എടുത്ത് വന്നപ്പോൾ ഇത്രയും ന്യൂസ് വന്നു. പിന്നെ അതിൽ നിന്ന് ആവശ്യമില്ലാത്തതെല്ലാം കട്ട് ചെയ്ത് അടുത്ത ആഴ്ചയ്ക്കും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. എനിവേ, ഒട്ടും നേരം കളയാതെ നമുക്ക് ഫസ്റ്റ് ന്യൂസിലോട്ട് കടക്കാം. ദി ബെസ്റ്റ് ഫോൺ 2023 ഗ്ലോമോ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഗൂഗിൾ പിക്സൽ 8 സീരീസിനാണ്. അതുകൂടാതെ ബ്രേക്ക് ത്രൂ ഡിവൈസ് ഇന്നോവേഷൻ എന്ന് പറയുന്ന ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന് പറയുന്ന പ്രൊസസ്സറിനാണ്. ദി ബെസ്റ്റ് കണക്റ്റഡ് കൺസ്യൂമർ ഡിവൈസ് ആയിട്ട് സെലക്ട് ചെയ്തത് സാംസങ് ഗാലക്സി ടാബ് S9 Ultra ആണ്. അതുകൂടാതെ ദി ബെസ്റ്റ് ഇൻ ഷോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഹോണർ മാജിക് V2 RSR എന്ന് പറയുന്ന പോർഷെ ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു ഫോണിനാണ്. സോ അതൊക്കെയാണ് അവാർഡ് കാറ്റഗറിയിൽ വന്നത്. മോട്ടറോള X50 Ultra എന്ന് പറയുന്ന ഒരു ഫോൺ വരുന്നുണ്ട്. ഫോർമുല 1 എഡിഷൻ ആയിട്ടാണ് അത് വരുന്നത്. സോ അതിൻ്റെ ഒരു ടീസർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്, ഞാനിവിടെ ഇടാം. സംഭവം എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും. എന്തായാലും ഫോർമുല എഡീഷനിൽ മോട്ടറോള X50 Ultra എന്ന് പറയുന്ന ഒരു ഫോൺ വരുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്നതാണ് ഗാലക്സി ഫോൾഡ് 6 ഫോണിൻ്റെ ലീക്ക്ഡ് റെൻഡേഴ്സ്. വരുന്ന ജൂലൈ മാസത്തിൽ ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് ഉണ്ടാവും. ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് ഇവൻറ്റിൽ തന്നെയായിരിക്കും ഗാലക്സി റിങ്ങിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചും ഉണ്ടായിരിക്കുക. ഓൾറെഡി MWCയിൽ ഈ ഒരു റിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അത് കാണാനൊക്കെ ഉണ്ടായിരുന്നു. ഗോൾഡ്, സിൽവർ, അങ്ങനെ പല കളറിലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ എല്ലാ പ്രൊഡക്റ്റുകളും വരാൻ പോകുന്നത് ജൂലൈ മാസത്തിലാണ്. ആ ഒരു ഇവന്റിലാണ് വരാനായിട്ട് പോകുന്നത്. ഷവോമി ഹൈപ്പർവോയ്സിന്റെ അപ്ഡേഷൻ റോഡ് മാപ്പാണ് ഇവിടെ കാണുന്നത്. അതായത് ഈ പീരീഡിലായിരിക്കും, ഈ കാണുന്ന മാസങ്ങളിലും ടൈം പീരീഡിലൊക്കെ ആയിരിക്കും ഈ ഫോണുകൾക്ക് ഹൈപ്പർവോയ്സിന്റെ അപ്ഡേഷൻ കിട്ടുക. സോ നിങ്ങളുടെ കയ്യിലുള്ള ഷവോമി ഫോൺ ഈ ലിസ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഹൈപ്പർവോയ്സിന്റെ അപ്ഡേഷൻ കിട്ടും. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത അനുസരിച്ച് ഐഫോൺ 17ലും 17 പ്ലസിലും, അതായത് 2025 ഇറങ്ങാൻ പോകുന്ന നോർമൽ ഫോണുകളുണ്ടല്ലോ, പ്രോ മോഡലുകളല്ലാത്ത ആ മോഡലുകളിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ ഒരുപാട് ന്യൂസുകൾ അതിനെക്കുറിച്ച് വരുന്നുണ്ട്. സോ ഈ വർഷം പ്രതീക്ഷിക്കേണ്ടെന്നുള്ളത് ഓൾറെഡി നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. 2025 ഫോണിൽ അതിൽ 120 ഹെർട്സിൻ്റെ ആ ഒരു AMOLED ഡിസ്പ്ലേ ഉണ്ടായിരിക്കും എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസാണ്. ഐഫോൺ 16 ഇറങ്ങിയിട്ട് വേണം ഇനി 17ലോട്ട് പോകാനായിട്ട്. സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. iQ Z9 എന്ന് പറയുന്ന ഒരു ഫോൺ ഈ മാസം, അതായത് മാർച്ച് 12 ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആമസോൺ ത്രൂ ആണ് ഈ ഒരു ഫോണും വരാനായിട്ട് പോകുന്നത്. iQ എന്ന് പറയുന്ന ഫോൺ നമുക്കറിയാം ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടുള്ള ഫോണുകളാണ്. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് ക്യാമറ പെർഫോമൻസും അത്യാവശ്യം നല്ലൊരു പ്രോമിസിങ് ആയിട്ടുള്ള രീതിക്കാണ് വരുന്നത്. സോ ആ ഒരു പാറ്റേൺ ഇവിടെയും കണ്ടിന്യൂ ചെയ്യുന്നതാണ് പറയുന്നത്. ട്വിറ്റർ നോക്കിക്കഴിഞ്ഞാൽ iQ Z9 ക്യാമറ സാമ്പിളിൽ നിന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. അവർ മറ്റ് മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ക്യാമറ ഔട്ട്പുട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാനായിട്ട് പോകുന്നത്. സോ മാർച്ച് 12 iQ Z9 എന്ന് പറയുന്ന ഫോൺ വരുന്നുണ്ട്. ലാവ ബ്ലേസ് കർവ് 5G എന്ന് പറയുന്ന ഒരു ഫോൺ മാർച്ച് 5 ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഇന്ത്യൻ ഫോണാണ്. ലാവ ഫോണുകൾ കാത്തിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നോക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ MWC തന്നെ ലെനോവയുടെ ട്രാൻസ്പെറൻറ്റ് ഡിസ്പ്ലേ ഉള്ള ഒരു ലാപ്ടോപ്പ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. വിൻഡോസ് ഓയിസ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇതുവരെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് ആ ഒരു ഡെമോയ്ക്ക് അവരതവിടെ വെച്ചു എന്ന് മാത്രം. അതല്ലാതെ അതിൽ ഏതാണ് OS എന്നോ എന്താണ് കാര്യങ്ങളൊന്നും കൂടുതലൊന്നും റിവീൽ ആയിട്ടില്ല. അതുകൂടാതെ ഇത് എപ്പോൾ മാർക്കറ്റിൽ ജനറലൈസ് ചെയ്ത് നമുക്കെല്ലാം വാങ്ങാൻ പറ്റുന്ന രീതിക്ക് വരും എന്നുള്ള കാര്യങ്ങളും തീരുമാനമായിട്ടില്ല. കാരണം കഴിഞ്ഞ വർഷം അതുകൊണ്ട് റോളബിൾ ലാപ്ടോപ്പ് ലെനോവോ ഇതുപോലെ പുറത്തിറക്കിയത് അതാ വഴിക്ക് പോയി. സോ അതേപോലെ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഡിസ്പ്ലേ വരുന്ന ഈ ഒരു ലാപ്ടോപ്പും പോവോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാൻ വേണ്ടി വരും. 55% മാത്രമാണ് ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത്. ഇന്നോവേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളത് കണ്ടറിയാം. എന്തായാലും നല്ലൊരു ലാപ്ടോപ്പ് വന്നിട്ടുണ്ട്. എപ്പോൾ മാർക്കറ്റിൽ വരും എന്നുള്ളത് അറിയില്ല. മോട്ടറോള അതേപോലെ അഡാപ്റ്റീവ് കൺസെപ്റ്റ് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും എന്ന് മാർക്കറ്റിൽ ജനറലൈസ് ചെയ്ത് വരുമെന്നുള്ള കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. സാംസങ് ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ ആദ്യം കൊണ്ടുവരിക എന്നാണ് വിചാരിച്ചത്. പക്ഷേ മോട്ടറോളയുടെ സൈഡിൽ നിന്നാണ് ആദ്യം വന്നത്. നമുക്കൊരു വാച്ച് പോലെ നമ്മളുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു വെറൈറ്റി ഡിസൈൻ വന്നിട്ടുണ്ട് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. ഫൈനലി നത്തിങ് ഫോൺ 2A പുറത്ത് വരാനായിട്ട് 2 ദിവസം കൂടിയേ ഉള്ളൂ. 5 ഈ ഒരു ഫോൺ ലോഞ്ച് ഉണ്ടായിരിക്കും.
സോ എല്ലാ റൂമേഴ്സിനും എല്ലാ കോൺട്രവേഴ്സിക്കും നമുക്ക് ഇനി വിട പറയാം. 2 ദിവസം കൂടി കാത്തിരുന്ന ഈ ഒരു ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പോഴും പലരും പറയുന്നത് 25,000 രൂപയ്ക്ക് താഴെ ഈ ഒരു ഫോൺ കിട്ടുമെന്നുള്ളതാണ്. ഇനി 25,000 രൂപയ്ക്ക് താഴെ ഈ ഒരു ഫോൺ വരികയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും ഇനീഷ്യൽ റിവ്യൂ കാര്യങ്ങളെല്ലാം ഈ ഒരു ചാനലിൽ ഉണ്ടായിരിക്കും. OnePlus 12R ഗെൻഷൻ ഇമ്പാക്റ്റ് ആ ഒരു ഗെയിമിൻ്റെ സ്പെഷ്യൽ എഡിഷൻ വന്നിട്ടുണ്ട്. ഈ മാസം അവസാനത്തോടു കൂടിയിട്ട് ഇന്ത്യയിലും അവൈലബിൾ ആയിരിക്കും. 49,999 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. അവർ തന്നിരിക്കുന്ന ഒരു ബ്രൗഷർ പ്രകാരം ഇതിൻ്റെ തീമും അതായത് UI കാര്യങ്ങൾ എല്ലാത്തിലും ഈ ഒരു ഗെയിമിൻ്റെ അഡാപ്റ്റേഷൻ ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. സാധാരണ ആ ഒരു കവർ ഇടുക, ബാക്ക് കവർ ഇടുക, അല്ലെങ്കിൽ ആ ഒരു സിം എജക്റ്റിംഗ് ടൂള് ആ ഒരു മോഡലിൽ കൊണ്ടുവരിക, അങ്ങനെയല്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു ലിമിറ്റഡ് എഡിഷൻ ഫോൺ തന്നെയായിരിക്കും എന്നാണ് പറയുന്നത്. എനിവേ 49,999 രൂപ ഒരു ഇച്ചിരി കൂടുതലാണ്. എന്നാൽ ആ ഒരു ഗെയിം ആ ഒരു ക്യാരക്ടേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. OnePlus Watch 2 കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തു. അതിൻ്റെ ഒരു പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ 24,999 രൂപ. സോ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാം, അത്രമാത്രമേ ഉള്ളൂ. 2 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് ആണ് ഇതിന് കിട്ടുന്നത്. ഇതിലൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോ വാച്ച് എക്സ് എന്ന് പറയുന്ന ഒരു മോഡൽ കൂടെ വരുന്നുണ്ട് ഒപ്പോയുടെ സൈഡിൽ നിന്ന്. എക്സാക്റ്റ് സെയിം OnePlus Watch 2 ഏതാണോ അത് ജസ്റ്റ് റീബ്രാൻഡ് ചെയ്ത് റീനെയിം ചെയ്തിട്ട് വന്നു എന്ന് പറയാൻ വേണമെങ്കിൽ ഓപ്പോ വാച്ച് എക്സ് സെയിം പ്രൈസൊക്കെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ പ്രൈസ് കുറയ്ക്കും, ചിലപ്പോൾ കൂട്ടും, ഒന്നും മാറ്റില്ല. SoC ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചിപ്സെറ്റ് ആണെന്നുണ്ടെങ്കിലും OS ആണെന്നുണ്ടെങ്കിലും എല്ലാം സെയിം തന്നെ. ഈവൻ ആ ഒരു മെറ്റൽ ഉണ്ടല്ലോ അതടക്കം സെയിമാണ്. എന്താ ഓപ്പോ ചെയ്യുന്നതാവോ. അതേപോലെ MWCയിൽ ഓപ്പോൻ്റെ എയർ ഗ്ലാസ് 3യുടെ ഒരു പ്രോട്ടോടൈപ്പ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടീസർ അതിൻ്റെയും വന്നിട്ടുണ്ട്. സോ ആ ഒരു ഫോട്ടോ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നോർമൽ ഗ്ലാസ് പോലെ തന്നെയാണ്, പക്ഷേ നമുക്ക് എന്താ പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു പ്രോട്ടോടൈപ്പും കൂടി വന്നിട്ടുണ്ട്. അധികം വൈകാതെ ഇതും മാർക്കറ്റിലോട്ട് വരും. എപ്പോഴാണ് എന്താണ് എന്നുള്ളതൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. Qualcomm X80 എന്ന് പറയുന്ന ഒരു 5G മോഡം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി വരുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ 2024 ഓൾമോസ്റ്റ് 2025 മുതൽ ഈ ഒരു മോഡം വെച്ചിട്ടുള്ള ഫോണുകളായിരിക്കാം വരാം. എനിക്ക് തോന്നുന്നു ഈ ഒരു മോഡം അല്ലെങ്കിൽ ഈ ഒരു പുതിയ ടെക്നോളജികൾ വരുന്നതോട് കൂടിയിട്ട് 5Gയിലോട്ട് ഇടുമ്പോൾ ഉള്ള കൂടുതലായിട്ട് ഫോൺ ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം ഒരു പരിധി വരെ കുറയും എന്ന് തോന്നുന്നു. എനിവേ 5G മോഡം ടെക്നോളജി ആയിട്ട് Qualcomm വന്നിട്ടുണ്ട്. സാംസങ് ഗാലക്സി ഫിറ്റ് 3 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ബാൻഡ് നമ്മൾ കഴിഞ്ഞ ന്യൂസിലൊക്കെ സംസാരിച്ചിരുന്നു. ആ ഒരു ബാൻഡ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. 4,999 രൂപയ്ക്കാണ് ആമസോൺ അതുപോലുള്ള മറ്റെല്ലാ വെബ്സൈറ്റിലും വാങ്ങാനായിട്ട് സാധിക്കും. സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഇപ്പോൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 500 രൂപയുടെ ഒരു ഇൻട്രൊഡക്ടറി ഓഫർ വരുന്നുണ്ട്. സോ 4,500 രൂപയ്ക്ക് ആ ഒരു പ്രോഡക്റ്റ് കിട്ടും. TCL 50 ആൻഡ് 50E എന്ന് പറയുന്ന 2 ഫോണുകൾ TCLയുടെ സൈഡിൽ നിന്ന് ഈ ഒരു MWCയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് എന്ന് വരും എന്നുള്ള കാര്യങ്ങൾക്കൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. 90 ഹെർട്സിൻ്റെ LCD ഡിസ്പ്ലേ, Dimensity 6100ൻ്റെ പ്രോസസ്സർ, 5010 mAhൻ്റെ ബാറ്ററി, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്പെക്ക് വരുന്നത്. എനിവേ TCLയുടെ സൈഡിൽ നിന്ന് 2 ഫോണുകൾ വരുന്നുണ്ട്. ടെക്നോ Camon 30 സീരീസിൽ 4 ഫോണുകളാണ് ഈ ഒരു MWCയിൽ ടെക്നോയുടെ സൈഡിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. Camon 30 4G, Camon 30 5G, Camon 30 Pro, Camon 30 Premier, അങ്ങനെ 4 ഫോണുകളാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അവൈലബിലിറ്റി എപ്പോഴായിരിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും അതേപോലെ തന്നെ പ്രൈസ് കാര്യങ്ങൾ അതൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. 4 ഫോണുകൾ വന്നിട്ടുണ്ട്, ബാക്കിയൊക്കെ വരും ദിവസങ്ങളിൽ അറിയാനായിട്ട് സാധിക്കും. ZTE Nubia സീരീസിൽ 5 ഫോണുകളും ഒരു ടാബ്ലറ്റും അവർ ഈ ഒരു MWCയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. Nubia Focus Pro, Nubia Neo 2, അതേപോലെ തന്നെ Nubia Music. ഈ മ്യൂസിക് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, ബാക്കിൽ വലിയൊരു സ്പീക്കറൊക്കെ ആയിട്ടാണ്. അതേപോലെ തന്നെ Nubia Flip, അവരുടെ ഒരു ഫ്ലിപ്പ് ഫോണും. ഇത്രയും 5 സ്മാർട്ട് ഫോണുകളും അതുകൂടാതെ പാഡ് 3D2 എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റും ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെയും അവൈലബിലിറ്റി പ്രൈസ് കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ഇന്ത്യക്ക് പുറത്തായിരിക്കും ഈ ഒരു ഫോണിൻ്റെ മാർക്കറ്റ്, എന്നാലും വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. വിവോ V30 ആൻഡ് V30 Pro എന്ന് പറയുന്ന 2 ഫോണുകൾ മാർച്ച് 7 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഒരു V സീരീസിൽ സീസിൻ്റെ ക്യാമറ കോട്ടിങ്ങോട് കൂടിയിട്ട് വരുന്നത്. അത് V30 Proയിൽ മാത്രമുള്ളൂ, V30യിലില്ല. എന്തായാലും ഇതിൻ്റെ പ്രൈസ് ബാക്കി കാര്യങ്ങളെല്ലാതും ഈ മാസം 7 അറിയാനായിട്ട് സാധിക്കും. ഒരുവിധം കളറ് ഇതിൻ്റെ മോഡൽ കാര്യങ്ങളെല്ലാതും ലീക്കായിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് ഇതിൻ്റെ ഡിസൈന് കാര്യങ്ങളെല്ലാം. ബാക്കി പ്രൈസ് മാത്രം
വരുന്ന ആഴ്ച അറിയാമെന്ന് മാത്രം. വിൻഡോസ് ലാപ്ടോപ്പിൻ്റെ വെബ് ക്യാം കേടായിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊരു സന്തോഷ വാർത്ത ഉണ്ട്. ഈ മാർച്ചിൽ വരുന്ന വിൻഡോസിൻ്റെ ഒരു അപ്ഡേഷനോട് കൂടിയിട്ട് നമ്മളുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ, അതിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു വെബ് ക്യാം പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. ആ ഒരു അപ്ഡേഷൻ ഈ ഒരു മാസം വിൻഡോസിൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 9 മുകളിലുള്ള സ്മാർട്ട് ഫോണുകൾക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഈ ഒരാഴ്ചയ്ക്ക് വേണ്ടി സോർട്ട് ചെയ്ത ന്യൂസുകൾ എന്ന് പറയുന്നത്. ഇത്രയല്ല കേട്ടോ, ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു. ഈ ഒരു MWC തന്നെ സൈബർ ഡോഗ്, നമ്മുടെ ഷവോമിയുടെ ഡോഗ് 2ൻ്റെ ഒരു ഡെമോ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ HMDയുടെ സൈഡിൽ നിന്ന് ബാർബി സീരീസിൽ സ്മാർട്ട് ഫോണുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ടെക്നോയുടെ സൈഡിൽ നിന്ന് തന്നെ ഗെയിമിംഗ് കൺസോളുകൾ, AR ഗ്ലാസുകൾ, പിന്നെ അവരുടെ ഒരു ഡൈനാമിക് റോബോട്ട് ഡോഗ്, അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അതൊക്കെ വരും ദിവസങ്ങളിൽ കൂടുതൽ വരും. അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ ഗുഡ് ബൈ.